ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് നമുക്ക് ലീഡ് ജനറേഷൻ ക്യാമ്പയിനുണ്ട്, വാട്സപ്പ് ക്യാമ്പയിനുണ്ട്. ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് സാറിന് തോന്നുന്നത്? ഓക്കെ, രണ്ടും നല്ലതാണ്. രണ്ടിൻ്റെയും ഒരു പർപ്പസ് വേറെയാണ്. ഇപ്പം ലീഡ് ജനറേഷൻ ക്യാമ്പയിനിൽ നമ്മൾ ടാർഗറ്റ് ചെയ്ത് ഒരു ലാർജ് സ്കെയിൽ ലീഡ് ജനറേറ്റ് ചെയ്യുന്നത്. വാട്സപ്പ് ക്യാമ്പയിനിൽ നമ്മൾ കുറച്ചുകൂടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് നമ്മൾ അവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് എടുത്ത് അയച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. മാസീവായിട്ട് ചെയ്യുവാണെങ്കിൽ ലീഡ് ജനറേഷൻ ആയിരിക്കും ബെസ്റ്റ്. അല്ലാതെ നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റേ ഉള്ളൂ, നമുക്ക് പേഴ്സണൽ ഒരു ടച്ച് കൊടുക്കാമെങ്കിൽ വാട്സപ്പ് ക്യാമ്പയിൻ ചെയ്യാം. പിന്നെ വാട്സപ്പ് ക്യാമ്പയിൻ നമുക്ക് ഇപ്പോൾ വാറ്റിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലും ഈ പറയുന്ന റോബോട്ട് യൂസ് ചെയ്ത് ഒരു പരിധിവരെ പേഴ്സണൽ ടച്ച് കൊടുക്കാൻ പറ്റും. വാട്ട്സ് യുവർ ഫേവറേറ്റ് പാർട്ട് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? വി ഹാവ് ഡിഫറെൻറ്റ് പാർട്സ്. എമംഗ് ദീസ് ഓൾ പാർട്സ് വിച്ച് വൺ ഈസ് യുവർ ഫേവറേറ്റ്? ഒരുപാടുണ്ട്. ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കുന്നത് ഇതിനകത്തുള്ള ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജികൾ, എസ്പെഷ്യലി ഡയമണ്ട് മെമ്പർഷിപ്പിൽ ഞാനൊരു സ്റ്റുഡൻറ്റിനെ വിളിച്ചിട്ട് അവർ ബിസിനസ് ചെയ്താണ്. അപ്പോൾ അവരുടെ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ കോച്ചസ് തന്നെ എടുക്കുക. അപ്പോൾ ഒരു കോച്ചിനെ വിളിച്ചിട്ട് അവരിങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു കൊടുത്ത്, അവരുടെ പരസ്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത്, അതിനുശേഷം 3-4 മാസം കഴിഞ്ഞിട്ട് അവർ ആ റിസൾട്ട് കൊണ്ടുവരും. എനിക്ക് 2 ലക്ഷം കിട്ടി, 5 ലക്ഷം കിട്ടി, 10 ലക്ഷം കിട്ടി എന്നൊക്കെ പറഞ്ഞ്. കോച്ചസ് മാത്രമല്ല, ഇവൻ അല്ലാത്ത ഓണ്ടർപ്രണേഴ്സ്. ഇപ്പോൾ അഖിലയൊക്കെ ആദ്യം എനിക്ക് 1 ലക്ഷമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അഖില ലക്ഷങ്ങൾ രൂപ എൻ്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഉണ്ടാക്കി. അപ്പോൾ ക്രിയേറ്റിംഗ് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ ഒരു സംഭവം പുതിയ ആഡ് നമ്മൾ ലോഞ്ച് ചെയ്ത് ഒരുപാട് പേരിലേക്ക് എത്തി, ഒരുപാട് ലീഡ് ജനറേറ്റ് ചെയ്ത് വെബിനാറിലൂടെ വന്ന് അവരെ നമുക്ക് വെബിനാർ ക്ലോസിങ്ങിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവന്ന് അവരുടെ ജീവിതം മാറ്റിക്കൊടുക്കാൻ പറ്റുക എന്നുള്ളത്, അവരുടെ ലൈഫിലൊരു അപ്ഗ്രഡേഷൻ വരുത്തുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. നമുക്കും ഓഫ് കോഴ്സ് നമുക്കിതിൽ പേയ്മെൻറ്റും അതിലെ പ്രതിഫലം എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ അതിലുപരി അവരുടെ ലൈഫ് മാറുന്നത് കാണുമ്പോൾ ഐ തിങ്ക് യു ഓൾസോ ഹാവ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫീലിംഗ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അത്രയും ഒരു ഉയർച്ച വന്നത് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ജീവിതങ്ങൾ മാറാം. അതുപോലെ തന്നെ നമ്മളെ ഡിപ്പെൻഡ് എത്രയോ സ്റ്റാഫുകൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എത്രയോ കുടുംബങ്ങൾ. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്കൊരു 5,000 മുകളിൽ സിൽവർ സ്റ്റുഡൻസ് അവരുടെ ലൈഫ് മാറുവാണ് ഇപ്പോൾ നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടെ. ഇനിയിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ല, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ഹിപ്നോട്ടിക് ഇംഗ്ലീഷ് ഉണ്ട്, മൈൻഡ് ബ്ലൂ പ്രിൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ് പോലും നിലനിൽക്കുന്നത് ഞാൻ പരസ്യം ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റ് തന്നെയാണ് നമ്മുടെ ഈ കോച്ചിങ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോട് അതിൻ്റെ ഒരു ത്രില്ല് വർദ്ധിപ്പിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ.